നിങ്ങൾ സോഷ്യൽ മീഡിയ ആപ്സ് യൂസ് ചെയ്യാറുണ്ടോ? ആർ യു ഷുവർ? ആടാ മൈക്കിളെ പറ. കല്യാണം കഴിഞ്ഞല്ലേ? ഫോട്ടോ കിട്ടിയോ? എവിടെയാ? ഇൻസ്റ്റയിലാണോ? ഓക്കെ നോക്കട്ടെ. ഇൻസ്റ്റഗ്രാം പുതിയ കോളേജ്. Two hours later. അടാ പറ. ഫോട്ടോ കിട്ടിയോ? ഇൻസ്റ്റയിൽ വിട്ടോ? ലൈക്കും കമന്റ് അല്ലേ? വെക്ക്. ഫോട്ടോ കൊള്ളാലും കമ്മലും കൊള്ളാലും ലിങ്ക് ഉണ്ട്. 25,000 രൂപ. ചാത്തൻ മതി. ചാത്തൻ ജ്വല്ലേഴ്സ് അവിടെ പോയി. കൊള്ളാം. 750 രൂപ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Insufficient funds. Cash on delivery in 5 days. Okay. Not again. സോ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യാറുണ്ടോ? അതോ സോഷ്യൽ മീഡിയകൾ നമ്മളെയാണോ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒരു ബ്രേക്ക് ടൈം പോലെ ഈ ആപ്പൊക്കെ ഒന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ച് തുറന്നാലും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളെങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഇത്ര സമയം എവിടെ പോയി എന്നുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ പലപ്പോഴും എത്തിച്ചേരാറുണ്ട്. നമ്മൾ റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ചില ക്യൂട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫുട്ബോൾ വീഡിയോസോ ഇനി ചില ട്രോൾ വീഡിയോസോ ഒക്കെ കണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഈ സമയം വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കും. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകളാണല്ലോ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം. ഈ 3 ആപ്പിന്റെയും പ്രത്യേകത ഇതെല്ലാം ഒരു കോമൺ കമ്പനിയുടെ കീഴിൽ വരുന്നതാണ്, മെറ്റ. ഈ മെറ്റ എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് മാർക്ക് സക്കർബർഗ്. അദ്ദേഹത്തിന്റെ ടോട്ടൽ വെൽത്ത് അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും രൂപയാണ്. ഇതുപോലെ ബാക്കി പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്സിന്റെ എല്ലാം സ്ഥാപകർക്കും അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ കാര്യം ഇതുപോലെയാണ്. അവർക്കെല്ലാം ആവശ്യത്തിന് കാശുണ്ട്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വിലപ്പെട്ട സമയം കൊടുത്ത് അവർക്ക് വീണ്ടും കാശുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നോ അതോ ഇതൊന്നും യൂസ് ചെയ്യുന്നത് നിർത്തണം എന്നൊന്നുമല്ല. കാരണം ഇതിന് അതിൻ്റെതായ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കമ്പനീസും മീഡിയാസും എല്ലാം നമ്മുടെ തലച്ചോറിനെയൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചേക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളിൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ടെക്കീസും മാത്രമൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ന്യൂറോ സയന്റിസ്റ്റുകളടക്കം നമ്മുടെ ബ്രെയിനിനെ അനലൈസ് ചെയ്ത് നമ്മളെ എങ്ങനെ അവരുടെ പ്രൊഡക്റ്റുമായിട്ട് അഡിക്റ്റഡ് ആക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു ടീം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു പുതിയ ശീലം കൂടെ കിട്ടിയിരിക്കുന്നത്, ഡൂം സ്ക്രോൾ. ശശി തരൂർ വേർഡ് ഓഫ് ദി എറ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ഒരു വാക്കാണ് ഡൂം സ്ക്രോളിംഗ്. എന്നുവെച്ചാൽ ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, വേറൊരാൾക്കും മെച്ചമൊന്നുമില്ല. ഈവൻ നമ്മൾ വീട്ടിൽ രാവിലെ വരുത്തുന്ന പത്രങ്ങൾ വരെ നമ്മുടെ ബ്രെയിനിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ
അതിൻ്റെ അകത്തെ ടൈറ്റിലുകളിൽ ഒരു പകുതി കൂടുതലും നെഗറ്റീവ് ടൈറ്റിലുകളായിരുന്നു. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് ന്യൂസാണ് പോസിറ്റീവ് ന്യൂസിനെക്കാട്ടും മുൻപ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പ്രോസസ്സ് ചെയ്യുക. കാരണം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സർവൈവലിന് ബെറ്റർ. അത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫാക്റ്റാണ് ഈ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും അല്ലാത്ത മറ്റ് മീഡിയ സോഴ്സുകളാണെങ്കിലും ഒരുപാട് യൂട്ടിലൈസ് ചെയ്യും. ഈ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ഈ കമ്പനികൾ ലാഭം കൊയ്യുന്നുണ്ടാവും. പക്ഷേ രാവിലെ വരുന്ന ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നമ്മുടെ മൂഡ് നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ, നമ്മുടെ അന്നത്തെ ദിവസത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ദെൻ ദർ ഈസ് എ പ്രോബ്ലം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാം ഹാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈവൻ ഈ സീരീസിന് ബ്രെയിൻ ഹാക്കർ എന്നൊരു പേര് ഇടണമെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു റിയലൈസേഷൻ വന്നതുകൊണ്ടാണ്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ബ്രെയിനിന്റെ ചില വീക്ക്നെസ്സുകളൊക്കെ മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ സമയം വിറ്റ് കാശാക്കാൻ ഈ കമ്പനികളെല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകും. സോ ഇനി തൊട്ട് ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ നിശ്ചയിക്കുന്ന സമയം മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഈ ആപ്പൊക്കെ യൂസ് ചെയ്ത് അതിൽ മുഴുകിയിരിക്കുമ്പം ഇടയ്ക്ക് സ്വയം ഒന്ന് ചോദിച്ചാൽ മതി, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ഞാൻ കാണണമെന്ന് പ്ലാൻ ചെയ്ത കാര്യം തന്നെയാണോ, അതോ ഈ കമ്പനികൾ നമ്മുടെ സമയത്തെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണോ? അങ്ങനെ ഒരു സ്വയം ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഈ വീഡിയോയും ഒരു ബിസിനസ് പ്ലാൻ അല്ലേ? അതെ, ബട്ട് our business is to make champions. Our business is to make warriors. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ സ്റ്റുഡൻസും അവരുടെ ലൈഫിൽ നേരിടാൻ സാധ്യതയുള്ള എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ബിസിനസ്. സോ ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷത്തെ നീറ്റ് JEE എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾക്കറിയാം, ഒരു 10 വർഷം മുമ്പ് ഈ എക്സാംസ് എഴുതിയ സ്റ്റുഡൻസിന്റെ ഇരട്ടിയിൽ കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പം എക്സാം എഴുതുന്നുണ്ട്. എന്നാൽ ഈ എക്സാമിനെ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് കൂടി വരിക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ സൊല്യൂഷൻ ഒരു നല്ല സ്റ്റഡി എൻവയൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങൾ നമ്മുടെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. ഹോസ്റ്റലിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റഡി എൻവയൺമെന്റ് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ബാക്കി അതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം വളരെ കുറച്ച് സീറ്റുകളെ ഓഫ്ലൈൻ ക്യാമ്പസ് ഇനി ബാക്കിയുള്ളൂ. ഈ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ നല്ലൊരു സ്റ്റഡി എൻവയൺമെന്റും ഉണ്ടാക്കിയാൽ മതി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ല വിൽ പവർ വേണം. എന്നാൽ ആ പേര് പോലെ തന്നെ പവർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി ടയേർഡായി പോകും. ഇത് തന്നെയാണ് വിൽ പവറിന്റെ കാര്യത്തിൽ. സോ ഒരുപാട് വിൽ പവർ യൂസ് ചെയ്യുന്നതിലല്ല, വിൽ പവർ യൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഈ വർഷം ഓൺലൈനായിട്ട് പഠിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പം അതിന് ഏറ്റവും അത്യാവശ്യം ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു സ്റ്റഡി എൻവയൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കസേരയും ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ ഭാഗമോ അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു ഏരിയ പഠിക്കാനല്ലാതെ വേറെ ഒന്നിനും യൂസ് ചെയ്യരുത്. അവിടെ നമ്മുടെ പഠിത്തത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ വെക്കാവുള്ളൂ. വേറെ റെസ്റ്റ് എടുക്കുകയോ ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് മാറും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താലുള്ള മെച്ചം പതുക്കെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും, ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോവാണ്. നമ്മുടെ ബ്രെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഒരു കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കണ്ണും പൂട്ടി വിശ്വസിച്ച് അതങ്ങ് പിന്നീട് ഈസി ആയിട്ട് ചെയ്യും. സോ നിങ്ങൾ ഇതുപോലെ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്ത് അതിന് മാത്രമായിട്ട് കുറച്ചു കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ ചെയറിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. സോ ടു സമ്മറൈസ്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ വാല്യുബിൾ ടൈം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിലപ്പെട്ട സമയത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്, അത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് പറയുന്നതും ഈ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ബ്രെയിൻ ഹാക്കുമായിട്ട് വേറൊരു വീഡിയോ